വിവിധ പദ്ധതികൾ സ്കൂൾ രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത്, കോളേജ് രംഗത്തൊക്കെ കൊടുക്കുന്ന കാര്യങ്ങളെ പറ്റി ഒന്നും എടുത്ത് പറയുന്നില്ല. വലിയ തോതിൽ നമ്മൾ മൂലധന നിക്ഷേപം എന്ന നിലയിൽ റോഡുകളും പാലങ്ങളുമല്ല, കേരളത്തിലെ ഏറ്റവും വലിയ മൂലധനം വിദ്യാധനം സർവധന പ്രധാനം എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതൽ മൂലധന നിക്ഷേപം നടത്തിയിട്ടുള്ളത് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിലാണ്. കേരളത്തിൽ ആകെ നൽകുന്ന ചെലവിന്റെ നല്ലൊരു ഭാഗം വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ടാണ് ലോകത്തെവിടെയും മലയാളിക്ക് പോയിട്ട് ഏറ്റവും നന്നായി ജോലി ചെയ്യാൻ പറ്റുന്നത്. ആകെ നൽകുന്ന ശമ്പളത്തിന്റെ 49% വിദ്യാഭ്യാസ മേഖലയ്ക്കാണെന്നാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. അവിടുത്തെ സൗകര്യങ്ങളൊക്കെ വലിയ തോതിലായിരിക്കുന്നു. ഏറ്റവും വലിയ വിമർശനം വന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും ഉള്ളത് നമ്മുടെ കുട്ടികൾ ധാരാളമായി പുറത്തേക്ക് പോകുന്നു. പക്ഷെ ആ പുറത്തേക്ക് പോകുമെന്ന് പറയുമ്പോൾ കേരളത്തിനകത്തെ വിദ്യാഭ്യാസത്തെയും ജോലി സാധ്യതയെ പറ്റി ആയിരുന്നെങ്കിൽ ഇന്നും ഇന്നലെയും ഒക്കെ വരുന്ന വാർത്തകൾ പ്രധാനമായിട്ട് കാണുന്നതെന്താ? AICTയും അതുപോലെ അതിനോട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ടെക്നോളജിക്കൽ സ്ഥാപനങ്ങളും ചേർന്ന് നടത്തിയ സ്റ്റഡിയിലാണ് ലോകത്തെ ഏറ്റവും നന്നായി ജോലി ചെയ്യാവുന്ന നഗരങ്ങളിൽ പ്രദേശങ്ങളൊന്നായിട്ട് കേരളം വരുന്നു. ഇന്ത്യയിലെ ഏറ്റവും നന്നായി ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ മൂന്നാമത്തെ സ്ഥലമായി തിരുവനന്തപുരവും അതുപോലെ നമ്മുടെ കൊച്ചിയും വരുന്നു. 18 മുതൽ 21 വരെ പ്രായമുള്ള ചെറുപ്പക്കാർ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഇതാണ് എന്ന് പറഞ്ഞ ഈ സ്റ്റഡി റിപ്പോർട്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി റിപ്പോർട്ട്. നേരത്തെ പറഞ്ഞില്ലല്ലോ കേരളത്തിൽ ആരും ജോലി ചെയ്യാൻ പറ്റില്ല. ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല, അങ്ങനല്ല. ഈ കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണെന്ന് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും അഭിമാനകരമായ ധാരാളം നേട്ടങ്ങൾ ഉണ്ടാക്കിയ സ്ഥലമാണ്. 24 ദിനങ്ങളിൽ കേരളത്തിലാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, ക്രമസമാധാനം തുടങ്ങി കുട്ടികളുടെ ന്യൂട്രീഷൻ പൊതുവിതരണം 24 ഇനങ്ങളിൽ നീതി ആയോഗവും മറ്റു ഏജൻസികളും നടത്തുന്നത് കേരളത്തിലാണ് അവസാനം. മുഴുവൻ കടം മേടിച്ചെന്നല്ല. 2021 കോവിഡ് സമയത്ത് വല്ലാത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്. ആ സമയത്ത് അവർക്ക് കേരളത്തിന് ആകെയുള്ള നികുതി വരുമാനം, തനത് നികുതി വരുമാനം 47,000 കോടി ഉണ്ടായിരുന്നു. അത് 2 വർഷം കഴിഞ്ഞപ്പോഴേക്കും 2023 മാർച്ചിൽ നമ്മുടെ തനത് വരുമാനം 71,000 കോടിയായി. 50% 2 വർഷം കൊണ്ട് വർദ്ധിച്ചു. ഇങ്ങനെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ, ചെലവ് കൺട്രോൾ ചെയ്യുന്ന കാര്യത്തിനകത്ത്, വികസനം ഉണ്ടാകുന്ന കാര്യത്തിൽ, മൂലധന നിക്ഷേപത്തിന്റെ കാര്യത്തിലൊക്കെ ധാരാളം കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് കേരളം മുന്നോട്ട് പോകുന്നത്. അങ്ങനെയുള്ള കേരളത്തിനെ ഇന്ത്യയിലെ സാമ്പത്തിക സ്ഥിതിയേക്കാളും വളരെ ഇന്ത്യയുടെ മുഴുവൻ ശരാശരിയേക്കാളും മെച്ചമായിട്ട് നിൽക്കുകയാണ്. കേരളം മോശമാണ്, സാമ്പത്തിക പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് കിട്ടേണ്ട വരുമാനം, നമ്മുടെ നികുതി, ആ നികുതിയുടെ പങ്ക് കിട്ടുന്നില്ല. കേരളം ലോകത്തെ ഏറ്റവും അഭിമാനകരമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു നവകേരളം കെട്ടിപ്പടുക്കുന്നതിന് ഏറ്റവും അടിസ്ഥാനപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാനുള്ള അടിസ്ഥാന ശിലകൾ പായിക്കൊണ്ടിരിക്കുന്ന, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിനെയും ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളെയും അങ്ങേയറ്റം പിന്തുണയ്ക്കുവാനും സഹായിക്കാനും എല്ലാവരുടെയും ഭാഗത്തുനിന്ന് പിന്തുണ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം അർപ്പിക്കുന്നു. 36 ദിവസക്കാലമായിട്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തെയും ഈ രാജ്യത്തെ തന്നെയും ബോധ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങളിൽ നിന്നാണ് കൂടുതൽ പഠിക്കേണ്ടത്, അല്ലാതെ മറ്റാരിൽ നിന്നുമല്ല. അനുഭവ സമ്പത്തുള്ള ജനങ്ങൾ തന്നെയാണ്, അവരിൽ നിന്നാണ് കൂടുതൽ അറിയേണ്ടത്. നവകേരളത്തെ സംബന്ധിക്കുന്നതായിട്ടുള്ള ധാരണ ഉണ്ടാക്കുമ്പോൾ അത് ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കണം. കഴിഞ്ഞ 36 ദിവസവും രാവിലെ 2 മണിക്കൂർ നേരം ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കേൾക്കാനും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാനും ശ്രമിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന 10,000-കണക്കായിട്ടുള്ള ഈ നിയോജക മണ്ഡലത്തിലെ വ്യക്തിത്വങ്ങളോട് ആദരണീയനായിട്ടുള്ള മുഖ്യമന്ത്രി സംസാരിക്കുന്നു. അദ്ദേഹത്തെ സാദരം ക്ഷണിക്കുന്നു. സഹോദരി സഹോദരന്മാരെ, ഇവിടെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ 36 ദിവസമായി മഞ്ചേശ്വരത്ത് നിന്ന് ആരംഭിച്ച് കഴക്കൂട്ടത്ത് എത്തി നിൽക്കുകയാണ്. നേരത്തെ ഇട്ട പരിപാടി അനുസരിച്ച് ഇനി ഒരു പരിപാടി കൂടിയാണ്. അത് വട്ടിയൂർക്കാവും തിരുവനന്തപുരവും മണ്ഡലങ്ങൾ ഒന്നിച്ചാണ്. ആ പരിപാടിയോടുകൂടി സമാപിക്കുമെന്നാണ് നേരത്തെ
തീരുമാനിച്ചത്. ഈ 36 ദിവസവും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ജനങ്ങളുടെ ഒന്നാകെയുള്ള വലിയ പ്രവാഹമാണ് മഞ്ചേശ്വരം മുതൽ കഴക്കൂട്ടം വരെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് മറ്റ് ഭേദചിന്തയൊന്നുമില്ല. എല്ലാവരും തന്നെയാണ് നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തിയത്. അങ്ങനെ എത്തിയവരെ ഒരു പ്രധാന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. നമ്മുടെ നാട് കാലാനുസൃതമായി മുന്നോട്ട് പോകണം. അതിന് വരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കണം. ഇതാണ് ഞങ്ങളും ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കേരളം ഇന്ന് എത്തി നിൽക്കുന്ന നില, ഇവിടുന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി സ്വീകരിക്കുന്ന നടപടികൾ, അതോടൊപ്പം ഭാവി കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്ന പരിപാടികൾക്ക് പിന്തുണ നൽകേണ്ടവരിൽ നിന്ന് തന്നെ തടസ്സം വരും. അത് കേന്ദ്ര സർക്കാരാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ സൃഷ്ടിക്കുന്ന തടസ്സങ്ങൾ ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ വിശദമാക്കാനാണ് ഈ പരിപാടി ഉദ്ദേശിച്ചത്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഈ പരിപാടിയുടെ ഭാഗമായി മാറിയത്. പക്ഷെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് എല്ലാവരും ഒന്നിച്ച് ഈ ആവശ്യം ഉയർത്തണമെന്നായിരുന്നു. കാരണം ഇത് നാടിൻ്റെ ആവശ്യമാണ്, ജനങ്ങളുടെ ആവശ്യമാണ്, നമ്മുടെ നാടിൻ്റെ ഭാവിയുടെ ആവശ്യം. അതുകൊണ്ട് തന്നെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വ്യത്യസ്തത ഈ കാര്യത്തിൽ ഉണ്ടാകേണ്ടതായിട്ടില്ല. എല്ലാവരെയും സഹകരിപ്പിക്കാൻ സർക്കാർ മുൻകൈ എടുത്തോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് വരാം. ഈ പരിപാടിയുടെ ഘടന തന്നെ എല്ലാവരെയും സഹകരിപ്പിക്കേണ്ടതായിരുന്നു. ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് ഇവിടുത്തെ MLA ആണ്. എല്ലാ മണ്ഡലത്തിലും അധ്യക്ഷത വഹിക്കേണ്ടത് അവിടുത്തെ MLA ആണെന്നാണ് ഞങ്ങൾ കണ്ടത്. ഈ പരിപാടിയുടെ സംഘാടന ചുമതല ഓരോ മണ്ഡലത്തിലും പ്രധാനമായി വഹിക്കേണ്ടത് MLA തന്നെയാണ്. അപ്പോൾ അതത് മണ്ഡലത്തിലെ MLA-യുടെ നേതൃത്വത്തിൽ സംഘാടനവും പരിപാടി നടത്തലും ഒക്കെയാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ വരുമ്പോൾ 41 മണ്ഡലങ്ങളിൽ UDF-ൻ്റെ MLA-മാരായിരിക്കും സംഘാടനവും അധ്യക്ഷതയും. ഇത് എല്ലാവരെയും സഹകരിപ്പിക്കുക എന്ന ഉദ്ദേശത്തിൻ്റെ ഭാഗമായി തന്നെയായിരുന്നു. പക്ഷേ എല്ലാവരും സഹകരിക്കാൻ തയ്യാറായില്ല. എന്തുകൊണ്ടാണ് സഹകരിക്കാൻ തയ്യാറാകാതിരുന്നത് എന്ന് ഇതേവരെ പറഞ്ഞിട്ടില്ല. നമ്മുടെ സംസ്ഥാനത്ത് ഞങ്ങൾ അവതരിപ്പിക്കുന്ന പ്രശ്നങ്ങൾ അതിനോട് ഏതിനോടെങ്കിലും വിയോജിപ്പുണ്ടോ? ഇവിടെ പ്രശ്നങ്ങളാകെ അവതരിപ്പിച്ചിട്ടുണ്ടാവും. ധനമന്ത്രി തന്നെ സംസാരിക്കുമ്പോൾ ധനസ്ഥിതിയിൽ
കേന്ദ്രം നൽകേണ്ട വിഹിതം കുറക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു. അതിലൊക്കെ ഏതിനോടെങ്കിലും വിയോജിപ്പുണ്ട്. നമുക്ക് അർഹതപ്പെട്ടത് നമുക്ക് ലഭിക്കണം എന്ന അഭിപ്രായമില്ലേ? അങ്ങനെ ലഭിച്ചാലല്ലേ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ശരിയായി നിർവഹിക്കാനാവുക. എന്താണ് ഇവിടെ യോജിപ്പിന് തടസ്സമായി നിന്നത്? ഇതേവരെ അത് വ്യക്തമാക്കിയിട്ടില്ല. ഇവിടെ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നു. ഈ ബഹിഷ്കരിച്ച തീരുമാനം പ്രഖ്യാപിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ആ ഘട്ടത്തിൽ പറഞ്ഞില്ല. എന്നാൽ അദ്ദേഹത്തിൻ്റെ അനുയായികൾ, ചില പ്രധാനികൾ വിവിധ ജില്ലകളിൽ ഈ നവകേരള സദസ്സുമായി സഹകരിച്ചു. അതിലൊരു പ്രധാനി സംസ്ഥാനത്താകെ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ നേതാവ് പാലക്കാട് AV ഗോപിനാഥ് പഴയ MLA, അദ്ദേഹം ചോദിച്ചു, മന്ത്രിസഭയാകെ ഇവിടെ വന്നിരിക്കുന്നു, പാലക്കാട് UDF MLA സ്ഥലമാണ്, എന്താണ് ഇവിടെ MLA വരാതിരുന്നത്? ഞാനിവിടെ വന്നത് ചില പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ മുന്നിൽ അവതരിപ്പിക്കാൻ തന്നെയാണ്. പാലക്കാടിൻ്റെ പ്രശ്നങ്ങൾ ഇവിടെ വന്ന് MLAക്ക് അവതരിപ്പിച്ചുകൂടായിരുന്നോ? എന്താണ് ആ അവസരം ഉപയോഗിക്കാതിരുന്നത്? മന്ത്രിസഭയാകെ വരുമ്പോൾ അതിനെ ബഹിഷ്കരിക്കുകയാണോ വേണ്ടത്? അതിനോട് എനിക്ക് യോജിക്കാനാവില്ല. ഞാൻ ഈ മന്ത്രിസഭയുടെ മുമ്പാകെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ചില പ്രശ്നങ്ങൾ അദ്ദേഹം ഈ പ്രഭാത സദസ്സിൽ അവതരിപ്പിച്ചു. ഇത് ഒരിടത്ത് മാത്രമല്ല, എത്ര വീറോടെയാണ് ഈ സഹകരിക്കാതിരിക്കൽ നടപ്പാക്കാൻ നോക്കിയത്. ആരെങ്കിലും സഹകരിച്ചാൽ അവരുടെ പേരിൽ നടപടി ഉറപ്പു എന്നാണ് പരസ്യമായി പറഞ്ഞു. പക്ഷേ ഇത്തരം ആളുകൾ ആ നടപടിയെ ഭയന്നില്ല. ഏത് പ്രവർത്തകനാണ് സ്വന്തം പാർട്ടിയുടെ നടപടി അത് വരണം എന്നാഗ്രഹിക്കില്ല. ഇവിടെ അഡ്വാൻസായി പറഞ്ഞിരിക്കുകയാണ് നടപടി വരുമെന്ന്. തൃശ്ശൂരിൽ ഞങ്ങളെത്തി, അങ്ങനെ പ്രഭാത സദസ്സിലേക്ക് പോകുമ്പോൾ ഒരാൾ, എനിക്ക് നേരത്തെ അറിയുന്നയാളല്ല, പക്ഷെ അദ്ദേഹം സൈഡിലാണ് ഇരിക്കുന്നത്. അത് നടന്നു പോകുമ്പോൾ തന്നെ അദ്ദേഹം ഇങ്ങനെ കൈനീട്ടി പറയാണ്, ഞങ്ങളോട് പൊതുവിൽ പറയാണ്, ഞാൻ ഇങ്ങോട്ട് വന്നോ, എന്നോടാരും വരണ്ടെന്ന് പറഞ്ഞിട്ടില്ല, നടപടി വരുമായിരിക്കും, അതൊന്നും ഞാൻ വകവെക്കുന്നില്ല. ഇതൊക്കെ അറിയപ്പെടുന്ന പ്രധാനികളാണ്. ഞങ്ങൾ പത്തനംതിട്ട ചെന്നപ്പോൾ അവിടുത്തെ കോൺഗ്രസിൻ്റെ 2 പ്രധാനികൾ നേരെ ചെന്നിറങ്ങുന്ന ആ ഹോളിൻ്റെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോൾ അവരോട് ഞാൻ ചോദിച്ചു, നിങ്ങൾ എല്ലാം തീരുമാനിച്ചു തന്നെയാണോ വന്നത്? തീരുമാനിച്ചു തന്നെയാണ് വന്നത് എന്ന് നല്ല കനത്തിൽ പറയും. എന്ന് പറഞ്ഞാൽ നടപടി വരുന്നെങ്കിൽ വരട്ടെ, ഞങ്ങൾക്ക് അതിനോടൊന്നും യോജിപ്പില്ല. ഇതവർ സംസാരിക്കുമ്പോൾ പറയുകയും ചെയ്യും, ചില പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ തന്നെയാണ് വന്നത്, ആ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. ഇത് ഒരിടത്ത് മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഉണ്ടാവുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സദസ്സുകളിലും ഇതുപോലുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ എന്താണത് കാണിക്കുന്നത്? തീർത്തും അപക്വമായൊരു തീരുമാനം.
നാടിനു വേണ്ടിയല്ലാത്ത തീരുമാനം, മറ്റ് താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനം, അതിനോട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട അണികൾക്ക് പോലും നേതാക്കൾക്ക് പോലും യോജിക്കാനാകുന്നില്ല. അതിനെ പരസ്യമായി ചോദ്യം ചെയ്തുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി അവർ അണിനിരക്കുന്നു. നവകേരള സദസ്സ് എല്ലാ വിഭാഗവുമാണ് പങ്കെടുക്കുന്നത്. ആ പങ്കെടുക്കുന്നത് ഏതെങ്കിലും പ്രത്യേക അഭിപ്രായക്കാർ മാത്രമല്ല, നാടാകെ ഒഴുകിയെത്തുക. പതിനായിരങ്ങളാണ് ഓരോ വേദിയിലും എത്തുന്നത്. ഓരോ മണ്ഡലത്തിലെയും അനുഭവം എന്താ? ഒരുപാട് കൂട്ടായ്മകൾ നേരത്തെ അവിടെ നിന്ന് നടന്നിട്ടുണ്ട്. പക്ഷെ ഓരോ മണ്ഡലത്തിലെയും അനുഭവം അവിടെ മുൻപ് നടന്ന എല്ലാ കൂട്ടായ്മകളെയും കവച്ചു വെക്കുന്ന കൂട്ടായ്മയാണ് നവകേരള സദസ്സിൻ്റെ ഭാഗമായി നടന്നത് എന്ന്. മാത്രമല്ല, ഒരു കാര്യം ഞങ്ങൾ നേരിട്ട് അനുഭവപ്പെടുകയും ചെയ്തു. കേരളത്തിലെ പല സ്ഥലങ്ങളും നമുക്ക് നവകേരള സദസ്സിൽ ഒഴുകിയെത്തുന്ന ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഗ്രൗണ്ടില്ല. പല പ്രദേശങ്ങളിലുമില്ല. അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് വിശാലമായ ഗ്രൗണ്ടുകൾ. ഇടുന്ന പന്തൽ എവിടെയും മതിയാകാതെ വരും. പക്ഷെ പന്തലിന് പുറത്തും ഗ്രൗണ്ട് കാണുമല്ലോ. ആ ഗ്രൗണ്ടിൽ ആൾ നിന്നാൽ ഗ്രൗണ്ട് നിറഞ്ഞു കഴിയുകയാണ്. പിന്നെ ഗ്രൗണ്ടിന് പുറത്ത് റോഡ് സൈഡിൽ ചിലപ്പോൾ റോഡിൽ തന്നെ തിക്കി വീഴും ഒക്കെ ആളുകൾ നിൽക്കുക. അപ്പൊ ഏത് രീതിയിലും ജനം ഇതുമായി സഹകരിക്കുന്നു എന്ന് മാത്രമല്ല, എല്ലാ വിഭാഗവും അതിലുണ്ട്. ഈ ബഹിഷ്കരണത്തിന് ആഹ്വാനം ചെയ്ത അവർക്ക് നേരത്തെ പിന്തുണ നൽകിയവർ നല്ലതുപോലെ ഇതിൻ്റെ ഭാഗമായി അണിനിരന്നിട്ടുണ്ട്. അവരൊക്കെ രാഷ്ട്രീയ അഭിപ്രായം മാറ്റി വന്നതാണെന്നൊന്നും ഞങ്ങൾ കാണുന്നില്ല. നമ്മുടെ നാട് ഒരു പ്രത്യേക ഘട്ടം നേരിടുന്നു. ആ ഘട്ടത്തിൽ നാടിനോടൊപ്പം നിൽക്കണമെന്ന ഉയർന്ന ചിന്തയാണ്. ഈ സമയം നമ്മൾ നാടിനോടൊപ്പം നിന്നില്ലെങ്കിൽ നാടിൻ്റെ ഭാവിയാണ് തകർന്നു പോവുക എന്നവർ കാണുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരിതിൽ അണിനിരക്കാൻ തയ്യാറാകുന്നത്. എല്ലാവരും എല്ലായിടവും ആ രീതിയിൽ ഒഴുകിയെത്തി. എന്താണ് എങ്ങനെയാണ് അതിനെ ഈ ബഹിഷ്കരണ ആഹ്വാനം പുറപ്പെടുവിച്ചവർ നേരിട്ടത്? ആശ്ചര്യകരമായ രീതിയാണ്. ഇവിടെ നേരത്തെ അത് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങളിത് നാടിൻ്റെ ഒരു പരിപാടിയാണല്ലോ, നാടാകെ ഇതിൻ്റെ ഭാഗമായി അണിനിരക്കുകയാണല്ലോ. ആ തരത്തിലൊരു പരിപാടി എന്ന നിലക്കാണല്ലോ ഞങ്ങൾ കാണുന്നത്. അങ്ങനെ യാത്ര ചെയ്ത് വരികയാണ്. ഇപ്പൊ യാത്രയിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത ഈ പറഞ്ഞു തന്നെയാണ്. മഞ്ചേശ്വരം മുതൽ അവിടെ അതിനു മുൻപൊന്നും കാണാത്ത തരത്തിലുള്ള അത്രയും കൂട്ടായ്മയാണ്, ജനങ്ങളുടെ ഒടുക്കാണ്, വഴിനീളെ ആളുകളാണ്. അങ്ങനെ മഞ്ചേശ്വരം കഴിഞ്ഞു, പിറ്റേ ദിവസം കാസർഗോഡ് പരിപാടി, അത് കഴിഞ്ഞ് അടുത്ത ദിവസം കണ്ണൂർ പരിപാടി. കണ്ണൂരിലെ പരിപാടി ഉച്ചക്ക് കല്യാശ്ശേരി മണ്ഡലത്തിലാണ്. യാതൊരു പ്രത്യേക സംഭവങ്ങളുമില്ല, നല്ല നടക്കുന്ന കാര്യങ്ങൾ നടന്നു പോവുകയാണ്. അവിടെ എത്തിയപ്പോൾ കാണുന്നത് ഈ ഞങ്ങൾ സഞ്ചരിക്കുന്ന ബസ്സിന് മുന്നിലേക്ക് ചാടി വീഴുന്ന ചെറുപ്പക്കാരിയാണ്. അധികാളില്ല, 1-2 പേരാണെങ്കിലും ഓടുന്ന ബസ്സിന് മുന്നിലേക്കാണ് ചാടി വീഴുന്നത്. അപ്പോൾ തീർത്തും വ്യത്യസ്തമായ അനുഭവം. എന്തിനാണ് അങ്ങനെയൊരു നിലപാട് സ്വീകരിച്ചത് എന്ന് ഒരു തരത്തിലും മനസ്സിലാക്കാൻ കഴിയാത്ത നില. നമ്മുടെ നാട്ടിൽ ഒരു പ്രതിഷേധം വരുമ്പോൾ ആ പ്രതിഷേധം എന്തിനാണെന്ന് സാധാരണ പറയില്ല. ഇവിടെ പ്രതിഷേധം എന്തിനാണെന്ന് പറഞ്ഞിട്ടില്ല. മാത്രമല്ല, ഓടുന്ന ബസ്സിന് മുന്നിൽ ചാടി വീഴുകയാണ്. അപകടം പറ്റാതിരുന്ന്
അവിടെയുള്ളവർ അവരെ തള്ളി മാറ്റിയത് കൊണ്ട് മാത്രമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള തള്ളിമാറ്റലായിരുന്നു അത്. അത് മാതൃകാപരമായ ഇടപെടലാണ്, അല്ലെങ്കിൽ വലിയ അപകടം അവിടെ സംഭവിക്കുമായിരുന്നു. അതിനാണ് പിന്നീട് ഒരു നേതാവ് ചോദിക്കുന്നത് കേട്ടത്, നിങ്ങൾക്കെന്താ അതിൻ്റെ ഉത്തരവാദിത്വം? അവർ ബസ്സിൻ്റെ മുന്നിൽ ചാടുകയാണ്, എന്താ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിരിക്കുന്നു? അവർ തീരുമാനിച്ചു വന്നതല്ലേ, നിങ്ങളെന്തിനാണ് രക്ഷിക്കാൻ പുറപ്പെട്ടത്? അതാണോ സാധാരണ നമ്മുടെ നാട്ടിൽ സ്വീകരിക്കുന്നതിൽ? ആരും അപകടത്തിൽപ്പെടുമ്പോൾ രക്ഷിക്കാൻ ആളുകൾ നോക്കൂലേ? അതാണല്ലോ അവിടെ ഉണ്ടായത്. എന്തുകൊണ്ടാണ് ഇത്തരമൊരു അവസ്ഥയിലേക്ക് നീങ്ങിയത്? ഉറപ്പല്ലേ, ഈ പറയുന്ന ജനസഞ്ചയം ബഹിഷ്കരണക്കാർ പ്രതീക്ഷിച്ചതല്ല. ബഹിഷ്കരണ ആഹ്വാനം നൽകുമ്പോൾ അവർ പ്രതീക്ഷിച്ച് ഇത് വല്ലാതെ ചുരുങ്ങിപ്പോകുന്നു. പക്ഷേ പൊതുവില് ഈ ബസ്സിന്റെ മുന്നിൽ ചാടുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പിന്നെ ഈ ബസ്സിന്റെ മുന്നിലേക്ക് ചാടുന്നത് നിർത്തി. സൈഡിൽ നിന്ന് അവര് തീരുമാനം ഉണ്ടാവുമല്ലോ. അതാണല്ലോ ഈ കറുത്ത പൊടി കാണിക്കുന്നത്. കറുത്ത ടവൽ ഇങ്ങനെ വീശുന്നുണ്ട്. ആവട്ടെ, ഞങ്ങളുടെ റോഡ് നിൽക്കുന്നവരുടെ നേരെ ഞങ്ങൾ ബസ്സിൽ നിന്ന് കൈവീശുന്നുണ്ട്, അവരുടെ നേരെയും ഈ പ്രതിഷേധം കാണിക്കാൻ വന്നവരുടെ നേരെയും ഞങ്ങൾ കൈവീശി ഞങ്ങളിങ്ങ് മുമ്പോട്ട്. അതും പരസ്യമായി പറയുന്ന നേരെയുണ്ടായി. പിന്നെ നോക്കുമ്പോൾ ആക്രമണത്തിലേക്ക് തിരിച്ചു. ബസ്സിന് നേരെ ഷുവറായി ബസ്സിന് നേരെ ആക്രമിക്കുന്ന നിലയിൽ ഈ ഘട്ടത്തിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള മറ്റു പ്രകോപനങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ. ഇതിന്റെ ഭാഗമായി മറ്റൊരു പ്രകോപനവും ഇല്ലല്ലോ. ഇത് ശാന്തമായി പോവുകയാണല്ലോ. ഈ ആദ്യത്തെ ദിവസം തന്നെ ഞങ്ങൾ പരസ്യമായി പറയുന്നുണ്ട്, ഇതൊരു നിർഭാഗ്യകരമായ സംഭവമായി പോയി. ഇതിന്റെ ഉദ്ദേശം പ്രകോപനം സൃഷ്ടിക്കലാണ്. പ്രകോപനത്തിൽ ആരും കൊടുക്കരുത്. എല്ലാവരും സംയമനം പാലിക്കണം. പ്രകോപനം ഉദ്ദേശിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്, പ്രകോപനം സൃഷ്ടിക്കുന്നവർക്ക് ഒരു ലക്ഷ്യമുണ്ട്. അതിൻ്റെ ഭാഗമായി മാറേണ്ടത് നമ്മൾ. എല്ലാവരും സംയമനം പാലിക്കാൻ സന്നദ്ധരാകണം എന്ന് തന്നെ പരസ്യമായി അഭ്യർത്ഥിച്ചു. അതിശയകരമായ സംയമനം നമ്മുടെ ജനങ്ങൾ പാലിച്ചു. അതിൻ്റെ തെളിവ് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾ ഈ സഞ്ചരിക്കുമ്പോഴാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഈ കരിങ്കൊടിയെടുത്ത് വീശുന്ന ആളുകൾ ഞങ്ങൾ ഈ യാത്ര ചെയ്ത് വരുമ്പോൾ ഓരോ കവലയിൽ ചെറിയ ടൗണിലൊക്കെ നൂറുകണക്കിന് ആളുകളാണ്. ചെറിയ ചില പട്ടണ പ്രദേശങ്ങൾ, ചെറിയ ബസാറുകൾ, അവിടെയൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ്. അങ്ങനെയുള്ള ആൾക്കൂട്ടത്തിൻ്റെ തൊട്ടടുത്ത് അവരുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ടാണ് ഒരാൾ കുടിവീശുന്നത്. മറ്റവരും നമ്മുടെ നാട്ടുകാരും ഇത് ഈ യാത്രയെ ആശീർവദിക്കാനും അഭിവാദ്യം ചെയ്യാനും ഒക്കെ വന്നവർ ഇവരെ കളി കാണുമ്പോൾ ചിരിച്ചോണ്ട് നോക്കുക. നല്ല സംയമനം പാലിച്ചു നടക്കും, മാതൃകാപരമായ സമീപനം പാലിച്ചു. എന്താ അതിൻ്റെ പ്രതികരണം പിന്നെ ഉണ്ടായി? ആക്രമണത്തിലേക്ക് നീങ്ങി. ആക്രമണത്തിലേക്ക് നീങ്ങിയപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസ് നടപടിയെടുക്കും. പിന്നെ നമ്മൾ കണ്ടതെന്താ? ഈ കേരളത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാവ് പരസ്യമായി നിന്ന് മാധ്യമങ്ങളിലൂടെ അടിക്കും 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു? ഇവിടെ അതല്ലേ കണ്ടത്? അതും പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ. അദ്ദേഹം പരസ്യമായി പറയുകയാണല്ലോ, അടിക്കും അടിക്കും അടിക്കും. ഇതാണോ നമ്മൾ സ്വീകരിക്കേണ്ട നില? എന്തിനെയാണ് പ്രതിഷേധിക്കുന്നത്? ആ കാര്യം പറയുന്നില്ല. ആരെയാണ് അടിച്ചൊതുക്കുന്നത്? ബസ്സിനെ ആക്രമിക്കാൻ വരുന്നത് എന്തുദ്ദേശത്തോടെയാണ്?
ഈ നവകേരള യാത്രയെ ആക്രമിക്കും എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിൻ്റെ പൊരുളെന്താണ്? അപ്പം നമ്മുടെ നാട്ടില് അനാവശ്യമായി സംഘർഷം സൃഷ്ടിക്കുക, ആ സംഘർഷം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ വേറെയുണ്ട്. അവരുടെ കൂടെ ചേരുകയാണ്. നമ്മുടെ നാടിൻ്റെ അന്തരീക്ഷം അങ്ങേയറ്റം ശാന്തമാണ്. ക്രമസമാധാന നില ഏറ്റവും ഭദ്രമാണ്. നമ്മുടെ സമൂഹത്തിൻ്റെ മതനിരപേക്ഷത, അതിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന സമാധാനം രാജ്യത്തിനും ലോകത്തിനും മാതൃകയാണ്. ഇതുപോലുള്ള ഒരിടം ആളുകൾ കൊതിക്കുന്നതാണ്. അത്തരമൊരു നിലയിലേക്കാണ് നമ്മുടെ നാട് മാറിയിട്ടുള്ളത്. ആ അന്തരീക്ഷം ഇല്ലാതാക്കാനാണ്. ഇതൊന്നും ഒരു മുന്നണി വ്യത്യാസമായി കാണേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാടിന് സമാധാനം നിലനിൽക്കണമെന്നത് ഏതെങ്കിലും തരത്തിലുള്ള മുന്നണി പ്രശ്നമാണ്. ജനങ്ങളാകെ ആഗ്രഹിക്കുന്ന കാര്യമില്ലേ അത്? നമുക്ക് അഭിമാനിക്കാൻ കഴിയുന്ന കാര്യമില്ലേ അത്? ഈ നാടിൻ്റെ സാംസ്കാരിക നിലയെ ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ അടിക്കും 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 എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു? അതിൻ്റെ തുടർച്ചയായി പിന്നെ കണ്ടത് എന്താണ്? ഇവിടെ വലിയ തോതിലുള്ള ആക്രമണ സജ്ജരായി വരുന്ന ആളുകളെയാണ്. കൂട്ടത്തില് വിദ്യാർത്ഥികളിറങ്ങി. വിദ്യാർത്ഥികൾ എന്തിനാണ് പ്രതിഷേധം? നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള ചാൻസലറുടെ ഇടപെടൽ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തുന്ന ഒന്നാണ്. കാരണം യൂണിവേഴ്സിറ്റിയാണ് സാധാരണ നോമിനേറ്റ് ചെയ്യേണ്ടവരുടെ പേരുകൾ കൊടുക്കുക. ആ പേരുകൾ ചാൻസലർ സ്വീകരിക്കാതെ വേറെ പേരുകൾ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായൊരു ചോദ്യം വരുന്നു, എവിടെ നിന്ന് കിട്ടിയതാണ് പേരുകൾ? ആ നടപടി അങ്ങേയറ്റം തെറ്റായിട്ടുള്ളതാണ്. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് കേരളത്തിലെ വിദ്യാർത്ഥികൾ രംഗത്ത് വരും. SFI അതിന് നേതൃത്വം കൊടുക്കുന്നു. സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഷേധം. ആ പ്രതിഷേധം വിദ്യാർത്ഥി സംഘടന എന്ന നിലക്ക് KSUവിനും ഉണ്ടാകാം. പക്ഷേ ആ പ്രതിഷേധമില്ല. അത്തരമൊരു പ്രതിഷേധം ഉയരുന്നില്ല. അവര് ഇതിനെതിരെയാണ് തിരിയുന്നത്. നാടിൻ്റെ അന്തരീക്ഷം തകർക്കാനാണ് തിരിയുന്നത്. അവരെ കയ്യിൽ മുളക് പൊടി നിറച്ച മുട്ടയുടെ തോട്, അത് മുട്ടയും കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കാര്യം കളഞ്ഞിട്ട് മുളക് പൊടി നിറക്കുക. ഇന്ന് അതുകൊണ്ട് വേറാണ്. എല്ലാവരും സമ്മതിക്കാമെന്നില്ല. എല്ലാവരും പറഞ്ഞല്ലോ ഈ കാര്യങ്ങൾ. കാരണം മാധ്യമപ്രവർത്തകരുടെ കൺമുന്നിൽ വെച്ചാണല്ലോ ഇതൊക്കെ നടക്കുന്നത്. ഇരുമ്പ് ഗോലി, ഇവിടെ ഗോലി എന്നാണല്ലോ പറയുക, എൻ്റെ നാട്ടിൽ ഗോട്ടി എന്നാണ് പറയുന്നത്. ഈ ഗോലി അത് വെച്ച് വേറാണ്. എന്ത് വരും? എന്താണ് ഉദ്ദേശം? നാടിൻ്റെ അന്തരീക്ഷം തകർക്കുക. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. ഇപ്പോൾ എല്ലാവരും പറയുന്ന കാര്യം അത് ശരിയാണോ എന്ന് പൂർണ്ണമായിട്ട് അറിയില്ല. പക്ഷേ തെറ്റാകാൻ വഴിയില്ല എന്നാണ് തോന്നുന്നത്. അത് നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് പ്രവേശിക്കുകയാണ്, തിരുവനന്തപുരം ജില്ലയിലേക്ക്. ആ ദിവസം ഒരു ഹർത്താൽ ആചരിക്കാം. അതിന് പോലീസ് ആക്ഷൻ ഉണ്ടാക്കുക. പോലീസ് ആക്ഷന് പെട്ടെന്ന് ഇടയാക്കുന്ന ഒരു സംഭവമാണ് ഉത്തരവാദപ്പെട്ട പോലീസ് ഓഫീസറെ ആക്രമിക്കുക. അവിടെ ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഓഫീസർ CIയുടെ മുഖത്ത്
ആക്രമണമേറ്റ് ചോര വാർന്നു പോകുന്ന അവസ്ഥ നമ്മളെല്ലാവരും പഠനങ്ങളിലൂടെ കണ്ടു. നേരത്തെ ഭോജനങ്ങളെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ അതിശയകരമായ ആത്മസംയമനം അവർ പാലിച്ചു. നല്ല സംയമനം. ആ പ്രകോപനത്തിൽ കുടുങ്ങിയില്ല. അതിൻ്റെ ക്ഷീണം തീർക്കാൻ അതിൻ്റെ ഈ പറയുന്ന ഹർത്താലിലേക്ക് പോകാൻ പറ്റിയില്ല. പിറ്റേ ദിവസം അതിനേക്കാളും കൂടുതൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ വലിയ തോതിൽ ആ വിദ്യാർത്ഥികളുടെ പരിപാടിയിൽ വെച്ചാണ് ഇത്തരത്തിലുള്ള ആക്രമണ പരിപാടി നല്ലതുപോലെ അറിയുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? എവിടത്തേക്കാണ് നമ്മുടെ നാടിനെ ഇവർ നയിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണിതൊക്കെ? നമ്മുടെ നാടിൻ്റെ വികസനം തടയുന്നതിന് സ്വീകരിക്കുന്ന നടപടികൾ അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ഒന്നിച്ചു നിൽക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റ്? അതുമായി സഹകരിക്കുന്നതിൽ ഇവർക്ക് എന്താണ് വിഷമം? നമ്മുടെ നാടിനെ അവഗണിക്കുക, നാടിനോട് വിവേചനപരമായി പെരുമാറുക, നമുക്ക് വേണ്ട പണം നമ്മുടെ കയ്യിൽ കിട്ടാതിരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുക. എത്ര പണം കുറഞ്ഞു വരുന്നത്? നമ്മുടെ കയ്യിൽ കിട്ടേണ്ട പണത്തിൽ വരുന്ന കുറവ്, സംസ്ഥാനത്തിന്റെ കയ്യിൽ കിട്ടേണ്ട പണത്തിൽ വരുന്ന കുറവ്, ഈ കഴിഞ്ഞ 7 വർഷത്തെ മൊത്തമായൊരു കണക്കെടുത്താൽ അത് ചെറുതല്ല, ഭീമമായ സംഖ്യയാണ്. 1,07,500 കോടിയിൽ പരം രൂപയാണ്. എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാനാണ്? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ടല്ലോ. വിവിധ മേഖലകളുടെ വികസനം നടക്കേണ്ടതായിട്ടുണ്ടല്ലോ. ഏത് രീതിയിൽ നമുക്കതെല്ലാം നിർവഹിക്കാനാണ്? അപ്പോൾ നാടിൻ്റെ മുന്നോട്ട് പോക്കിനെ തടയുന്ന കാര്യമാണ് ഈ കാര്യം വന്നപ്പോൾ ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ്, നിയമവിരുദ്ധമായ നടപടിയാണ്, നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തലാണ്. സർവോപരി രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയെ ചോദ്യം ചെയ്യലാണ്, ഫെഡറൽ തത്വങ്ങൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിൽ സംസ്ഥാനം പോയിരിക്കുകയാണ്. സുപ്രീം കോടതി പരിശോധനയിലാണ് ഇപ്പോൾ അത് കിടക്കുന്നത്. ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇവിടുത്തെ പ്രതിപക്ഷത്തോട് പറഞ്ഞു, നമ്മൾ തമ്മിൽ ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന്റെ മേലെ ഇതുപോലൊരു കാര്യത്തിൽ സഹകരിക്കാതിരിക്കരുത്. നാം എല്ലാവരും ഒന്നിച്ച് ഈ ആവശ്യം ഉന്നയിക്കണം. നിങ്ങളുടെ നവകേരള സദസ്സ് ബഹിഷ്കരിച്ച് നിൽക്കുകയാണല്ലോ, അതുകൊണ്ട് നിങ്ങളുടെ നിസ്സഹകരണം അവസാനിപ്പിക്കണം, യോജിക്കാൻ തയ്യാറാവണം. ഈ പ്രശ്നത്തിൽ എന്തെങ്കിലും ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്, നിങ്ങൾ സഹകരിക്കാൻ തയ്യാറാകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഉടനെ വന്നല്ലോ മറുപടി, നിങ്ങളുമായി ഒരു യോജിപ്പുമില്ല. ഇതാണല്ലോ സമീപനം, പ്രതിപക്ഷ നേതാവിന്റെ പ്രഖ്യാപനമാണ്. ഇതാണോ നാടിന് വേണ്ടത്? പക്ഷേ ഇവരുടെ നിലപാട് തള്ളിക്കൊണ്ടാണ് 10,000 നമ്മുടെ ഓരോ മണ്ഡലത്തിലും നവകേരള സദസ്സിന്റെ ഭാഗമായി ഒഴുകിയെത്തുന്നത്. അവർ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. നാടിന്റെ മുന്നോട്ട് പോക്കിന് നാം ഒന്നിച്ചു നിൽക്കണമെന്നുള്ളത് തന്നെയാണ്. അതാണ് ഇതേവരെ നവകേരള സദസ്സിനെ വിജയിപ്പിച്ചത്. ആ ഓരോ നവകേരള സദസ്സും നൽകിയ സന്ദേശവും ഇത് തന്നെയാണ്. അതോടൊപ്പം വലിയ ഊർജം സംസ്ഥാന സർക്കാരിന് പകരുന്ന മറ്റൊരു സന്ദേശം ഈ മണ്ഡലങ്ങളിൽ നടക്കുന്ന സദസ്സുകളിൽ പങ്കെടുക്കുന്ന 10,000 നൽകുകയാണ്. സർക്കാരിനോട് അവർ പറയുന്നത്, നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങൾ കൂടെയുണ്ട്, മതി, അത് മതി, നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം.
i2i ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.